പരിശ്രമിച്ച ആളുകൾ ഒട്ടേറെ ഉണ്ടാവും. ഏതാ? നോക്കിയിരുന്നാ മതി. ഭാഗ്യമുണ്ടെങ്കിൽ. ഭാഗ്യമില്ലാത്തവൻ പരിശ്രമിച്ചിട്ടും കാര്യമില്ല, നോക്കിയിരുന്നിട്ടും കാര്യമില്ല. ലോകകർമ്മങ്ങളിൽ ധർമ്മചിന്തയോടെ പ്രവൃത്തിയെടുത്തു എന്നതിന് പോലും ചിലപ്പോൾ പ്രസക്തിയില്ല. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ഏതാണ് ധർമ്മമെന്ന് പലപ്പോഴും നിശ്ചയിക്കാനാവില്ല. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയിൽ സംതൃപ്തിയും അവൾക്ക് വേണ്ടുന്നതും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളുമാണോ ഒരു പുരുഷൻ സാധിച്ചു കൊടുത്ത് ധാർമ്മികനായി ജീവിക്കേണ്ടത്? വാർദ്ധക്യം ബാധിച്ച് തന്നെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാരെ പരിചരിക്കേണ്ടതാണോ ധർമ്മമായി വേണ്ടത്? അതല്ല പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യേണ്ടതാണോ ധർമ്മമായി വേണ്ടത്? ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്നത് തൻ്റെ പൈസയാണ്. അതുണ്ടാക്കുന്ന തൊഴിലിനോട് നീതി പുലർത്തി അതിന് വരുന്ന ഉപഭോക്താക്കളായ ജനങ്ങളോട് നീതി പുലർത്തേണ്ടതാണോ ധർമ്മമായി വരേണ്ടത് എന്ന് ഇവയെല്ലാം ഏകത്ര ഒരിടത്ത് പരസ്പരം വിരോധികളായി വന്നാൽ തീരുമാനമെടുക്കാൻ വിഷമമുണ്ടാവും. ആചാര്യന്മാരിൽ ഒരാൾ പറയും, എന്തു വന്നാലും അച്ഛനമ്മമാരോടുള്ള കടപ്പാടാണ് ധർമ്മം, ബാക്കിയൊക്കെ വിടണം. മറ്റൊരാചാര്യൻ പറയും, അച്ഛനമ്മമാരിൽ നിന്നാണ് നീ ഉണ്ടായത്, അച്ഛനമ്മമാർക്ക് നിന്നെ തിരിച്ചറിയും. നിന്നെ അറിയാത്തൊരു പെണ്ണ് നിന്റെ കൂടെ വന്നിരിക്കുകയാണ്, അവളോട് നീതി പുലർത്തുന്നതാണ് ധർമ്മം അച്ഛനമ്മമാരോട് ചെയ്യുന്നതിനേക്കാൾ. അതുകൊണ്ട് നീ അതിലാണ് നിൽക്കേണ്ടത്. മറ്റൊരാചാര്യൻ പറയും, ഈ പെണ്ണും ഈ അച്ഛനമ്മമാരും ഒന്നുമല്ല, നാളെ ലോകത്ത് നിന്നിൽ നിന്നുണ്ടായ കുട്ടിയാണ് ജീവിക്കാൻ പോകുന്നത്. അത് മോശമായി തീർന്നാൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് അതിനോട് നീ ചെയ്യേണ്ടതാണ് ധർമ്മമായി തീരേണ്ടത്. ഒരേ ആചാര്യൻ തന്നെ ഇത് മൂന്ന് സമയത്ത് 3 തരത്തിലും പറയും. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞ ഇത് ഏതാണ് ധർമ്മം? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. അതിൽ ചെയ്യേണ്ട വേളയിൽ നിങ്ങൾക്കും ആ ചെയ്യപ്പെടേണ്ട വസ്തുവിനും തമ്മിലുള്ള ചേർച്ച മാത്രമാണ് ധർമ്മം. അതേ ആ സമയത്ത് ചെയ്യുള്ളൂ, ആരെങ്ങനെ ഉപദേശിച്ചാൽ. അതിലൊരുവൻ നിനക്കിഷ്ടമല്ലെങ്കിൽ പോയി പണി നോക്ക്, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും വിടാൻ പറ്റില്ല എന്ന് പറയും. സ്വാമി ഇതാണോ പറഞ്ഞത്? സ്വാമിയും കീമിയും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഒന്നും സൗകര്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, അതൊക്കെ ഞാൻ ചോദിച്ചു വെച്ചു എന്നേ ഉള്ളൂ. നീ സ്വാമിയും കൂടെ അങ്ങ് വെക്കൂ, ഞാൻ ഇപ്പം തൽക്കാലം എൻ്റെ അമ്മയുടെ കാര്യം നോക്കുക. അവനെ സംബന്ധിച്ച് അതാണ് ധർമ്മം. മനസ്സിലായി? അമ്മ അച്ഛനൊക്കെ ഉണ്ടായി മരിക്കുന്നതാണ്. സ്വാമിമാർ പൈതൃകം മണ്ണാങ്കെട്ടാന്നൊക്കെ പറയും. അതൊന്നും അനുസരിച്ച് മനുഷ്യന് ജീവിക്കാനൊന്നും പറ്റില്ല. ഇവളില്ലാതെ ജീവിതമേ ഇല്ല എന്ന് പറഞ്ഞ് മറ്റവനൊരു കാര്യം ചെയ്യും, അമ്മയും അച്ഛനെയും ഓൾഡ് ഏജ് ഹോമിലാക്കി ഇവളുടെ കൂടെ അങ്ങ് പോകും. പോയിരുന്ന് ബാറിൽ പോയിരുന്നൊരു കുപ്പി പിടിപ്പിക്കാമെന്ന് പറയും. ബസ്. അവൻ്റെ വാസനാചാരങ്ങളെ കുഞ്ഞിലാണ് കെട്ടി നിൽക്കുന്നതെങ്കിൽ അവൻ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ഒക്കെ വിയുക്തനായിട്ട് കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കും. എൻ്റെ പക്ഷം 3 ധർമ്മമാണെന്നാണ്. പരമാവധി സമന്വയിപ്പിച്ചാൽ കൂടുതൽ ധർമ്മമാണെന്നാണ്. സമന്വയിപ്പിക്കാൻ എളുപ്പമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് നമസ്കരിച്ച്, നിങ്ങളായിട്ട് എനിക്ക് നേടിത്തന്നതാണ് ഈ സാധനത്തിനെ,
ഇത് അസ്വസ്ഥത വീട്ടിൽ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചു വിട്ടാൽ ഞാൻ അതുപോലെ ചെയ്യാം. മോനെ, ദേ അപ്പുറത്തൂടെ പോകുന്നു, നീ വേഗം അങ്ങോട്ട് ചെന്നു, നീ അവിടെ നിന്നാൽ മതി, നീ ഞങ്ങൾക്കൊന്നും ചെയ്യണ്ട എന്ന് അപ്പോൾ അച്ഛനും അമ്മയും പറയും. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ സ്വല്പം കഴിയുമ്പോൾ അവൾ വന്ന് ചെയ്യും. അവൾ ഇയാളോട് പറയും, അച്ഛൻ്റെ അമ്മയുടെയും കാര്യം കഴിഞ്ഞു മതി നമ്മുടെ കാര്യം. കാരണം അച്ഛൻ്റെ അമ്മയുടെയും ഈഗോ താന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ താന്ന ഈഗോയിൽ വിജയിക്കണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടാവും. അവിടെ ധർമ്മം ഏകത്ര ഒന്നാണ്, അല്ലാത്തപ്പോഴൊക്കെ ധർമ്മം വ്യതിയാനത്തിലാണ്. അതുകൊണ്ട് ധർമ്മനിശ്ചയം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ മനസ്സിലാക്കി ഈ ലോകത്തെ കഴിഞ്ഞാൽ പിന്നെ ഈ പണിക്കൊന്നും നിങ്ങൾ പോകത്തില്ല. ഇത്രയൊക്കെ മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമില്ല. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതിൽ ആചാരങ്ങളിലാണ് സന്നിവേശിപ്പിക്കുന്നത്. താനും തൻ്റെ ഭാര്യയുമായുള്ള വിയോജിപ്പ് ധർമ്മസൂത്രപ്രകാരമോ ഗൃഹ്യസൂത്രപ്രകാരമോ സ്മാർത്ഥസൂത്രപ്രകാരമോ ഉള്ള ഒരു ആചാരമുണ്ടാവും. ആ ആചാരത്തിൽ ഒന്നിച്ചിരിക്കുമ്പോൾ മാറും. കുട്ടിയുടെ ഉപനയനമാണ്, കുട്ടിയുടെ സമാവർത്തനമാണ്. അവിടെ അച്ഛനൊരു സ്ഥാനം ഉണ്ടാവും, അമ്മയ്ക്കൊരു സ്ഥാനം ഉണ്ടാവും, മുത്തച്ഛനൊരു സ്ഥാനം ഉണ്ടാവും, മുത്തശ്ശിക്കൊരു സ്ഥാനം ഉണ്ടാവും, വിളിക്കപ്പെട്ട അതിഥികൾക്കൊരു സ്ഥാനം ഉണ്ടാവും, ഋത്വിക്കുകൾക്ക് സ്ഥാനമുണ്ടാവും, യജമാനന് സ്ഥാനമുണ്ടാവും, അതിന് പീഠങ്ങളുണ്ടാവും, ആ സ്ഥാനങ്ങളിൽ അലങ്കാരങ്ങളുണ്ടാവും, അതിനനുസരിച്ച് ദക്ഷിണകളുണ്ടാവും. ഇതിലൊക്കെ വന്നു ചേരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായി യോജിക്കും. മനസ്സിലായില്ല? വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും മംഗളമായൊരു കർമ്മം എന്ന നിലയിൽ ഞാൻ മിണ്ടാതിരുന്നതാണ്. മനസ്സിലായില്ല? കുറേ നേരം മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ അത് സ്വഭാവമായി തീരും. അങ്ങനെയാണ് ആചാരങ്ങൾ കൊണ്ട് ബദ്ധമായി മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നത്. ആചാരങ്ങൾ തീർന്നു, ആചാരങ്ങളില്ല. ആചാരങ്ങളില്ലാത്തിടത്ത് നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം യോജിക്കുന്നത്? ശത്രുക്കൾക്ക് പരസ്പരം കൂട്ടായി കള്ളു കുടിച്ച് യോജിക്കാൻ പറ്റുമോ? കള്ളു കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഓർമ്മയൊക്കെ കയറി വരിക, അടി തുടങ്ങുക ചെയ്യുന്നത്. ആചാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചവർ വളരെ ആലോചിച്ചുണ്ടാക്കി വെച്ചതാണ്. ആചാരങ്ങൾ കൊണ്ടാണ് പല പിണക്കങ്ങളും പോകുന്നത്. 15 കൊല്ലമായി ഞാൻ അവനോട് മിണ്ടിയിട്ടില്ല, അവൻ്റെ ഭാര്യയോട് മിണ്ടിയിട്ടില്ല, വീട്ടിൽ കാലുകുത്തിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അവനും ഭാര്യയും കൂടെ വന്ന് മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു. പോണോ പോകണ്ടയോ എന്ന് ഞാൻ 100 വട്ടം ആലോചിച്ചു. അവസാനം പോകാൻ തീരുമാനിച്ചു. അവിടെ കയറി ചെന്നപ്പോൾ ആ കുട്ടികൾ എന്നെ സ്വീകരിച്ച രീതി കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അതുകൊണ്ടാടാ ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത്. നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ്. Am I right? അവിടെ ആചാരങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ ബദ്ധനാക്കുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടല്ല, ആലോചനകൾ കൊണ്ടല്ല, ചിന്തകൾ കൊണ്ടല്ല, യുക്തിവാദം കൊണ്ടല്ല, വേദാന്ത പഠനം കൊണ്ടുപോലുമല്ല. കാമികളായ മനുഷ്യർ യോജിക്കുന്നത് പലതും അവ്യക്ത രൂപത്തിലുള്ള ആശയങ്ങളിലെ ആചാരങ്ങൾ കൊണ്ട് മാത്രമാണ്, അബോധ പ്രബോധനങ്ങൾ കൊണ്ട് മാത്രമാണ്. ഏതൊരു രാജ്യം ആചാരവിചാരങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നുവോ ആ രാജ്യത്തെ ജനങ്ങൾ
പരസ്പരം കലഹിക്കുകയല്ലാതെ യോജിക്കുകയില്ല.